Good afternoon, all. Good afternoon, teacher. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. നമ്മൾ ഓവർവ്യൂ അല്ലേ അത് കുറച്ച് എടുത്ത് അതെടുക്കുക. ഓവർവ്യൂവിന്റെ നമ്മൾ കുറച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളുകളൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ പ്രിൻസിപ്പിൾസും അല്ലെ അത് വിവരിച്ചു. ഏതൊക്കെ രീതിയിലായിരിക്കണം അർത്ഥാധിഷ്ഠിതമായിട്ടുള്ള കോഴ്സിനായ രൂപീകരണങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ. ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? 5th point വരെ. 5th point. Okay. പോയിന്റ് എന്നും പറയുന്നുണ്ട്. ഞാനും 8th പോയിന്റ് ആണെന്നാണ് ധരിച്ചിരിക്കുന്നത്. 8th പോയിന്റ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്. പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസ് തന്നെയാണ് കുറച്ചും കൂടി അല്ലെ ഒബ്ജക്റ്റീവ്സിലും ആ ലക്ഷ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 8th വരെയല്ലേ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. നെക്സ്റ്റ് പോയിന്റ് തുടങ്ങി കണ്ടിന്യൂ ചെയ്യാം. ഇതിലെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നമുക്കറിയാം, ഒരു അഡ്മിനിസ്ട്രേറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുവരുന്നല്ലേ അവർ എപ്പോഴും എല്ലായ്പ്പോഴും എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ചുറ്റുപാടുകളെ കുറിച്ചിട്ടും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അതിലെല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ മോട്ടിവേഷൻ അല്ലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇത്രയും കൂടി അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇത്രയും കൂടി ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ചില നയങ്ങളൊക്കെ രൂപീകരിച്ചിട്ട് എന്തെങ്കിലും അല്ലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എപ്പോഴും പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നല്ല രീതിയിൽ പേഷ്യൻസിനാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള മാറ്റങ്ങൾ അത്രയൊക്കെ പ്രധാനമായിട്ടും എന്താണ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് തന്നെയുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ എത്തിക്കൽ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ട് അല്ലെ അത് നിയമവശങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹം നിയമങ്ങളെല്ലാം രൂപീകരിക്കാനായിട്ട്. ഓവർവ്യൂ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒരു മൊത്തത്തിലുള്ള ഓവർവ്യൂ പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സിന്റെ കുറച്ച് ഭാഗങ്ങളും കവർ ചെയ്തു. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് എപ്പോഴും കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ എന്തായാലും എപ്പോഴും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ പ്രത്യേക കഴിവുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ അവരോടൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടപഴകി അവരിൽ നിന്ന് കുറെ ആശയങ്ങളൊക്കെ ഇപ്പൊ വർക്കേഴ്സിന്റെ ഇടയിലാണെങ്കിലും പബ്ലിക്കിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരോടൊക്കെ ആശയവിനിമയമൊക്കെ നടത്തിയിട്ട് കൂടുതൽ നല്ല ആശയങ്ങളൊക്കെ നേടിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതനുസരിച്ചിട്ടുള്ള നയങ്ങളായിരിക്കണം അദ്ദേഹം രൂപകൽപ്പന ചെയ്യേണ്ടത്. അത് മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്തിട്ടാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള അല്ലെ മാറ്റങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം അത് ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അതിന്റെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും പോകാം. ഇത്തരത്തില് നമ്മൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്ന പോളിസികൾ ചിലർക്കൊക്കെ അല്ലെ ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗപ്രദമാകും എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ടു റിനോവേറ്റ് ദ നോളജ് ആൻഡ് ദ സ്കിൽ ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് and other personnel included in the management of a healthcare organizations
ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇതുമാതിരി അല്ലെ നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷനോട് കൂടിയില്ലേ എപ്പോഴും ഞാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് എപ്പോഴും തന്നെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വിവരങ്ങൾ സമ്പാദിച്ച് വെക്കേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ അവിടെയുള്ള മാനേജ്മെന്റ് തലത്തിലുള്ള വ്യക്തികൾക്കൊക്കെ എന്താണ് പ്രധാനമായിട്ട് നല്ല നോളജും അല്ലെ നല്ല കഴിവുകളും നേടിയെടുക്കാനായിട്ട് പുതുക്കി കൊണ്ടുവരാൻ ഇന്നോവേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ അനുസരിച്ചിട്ട് അദ്ദേഹം കൂടുതൽ നല്ല നല്ല തീരുമാനങ്ങളും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം അല്ലെ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള പഠനം അല്ലെങ്കിൽ റിസർച്ചുകൾ ഗവേഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ അവിടെയുള്ള മാനേജ്മെന്റും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കഴിവുകളിൽ അല്ലെങ്കിൽ അവരുടെ അറിവുകളിൽ റീഇന്നവേഷൻ നടത്താനായിട്ട് പുതുമ അല്ലെങ്കിൽ നവീകരണം നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അങ്ങനെ നവീകരിച്ചു കൊണ്ടുവരുമ്പോൾ എന്താ പ്രത്യേകത? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നിങ്ങളിങ്ങനെ ഇട്ട് പോകുക. ഓക്കെ, അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ വരുമ്പോൾ അല്ലെ പുതിയതായിട്ട് പഠിച്ചുകൊണ്ട് വരുമ്പോൾ പുതിയ നല്ല ആശയങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് recognition to research in the fields of health and hospital management and to accord awards, scholarship and assistance in other suitable forms to deserving individual and institution. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലെ ചിലർക്കൊക്കെ ചില കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിലരൊക്കെ എന്താണ് ചില മേഖലകൾ പേജിന്റെ ചാപ്റ്ററിന്റെ പേര് ഇപ്പോഴും പങ്കുവയ്ക്കുകയാണ്. എനിവേ ക്ലാസ്സിലേക്ക് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് വീണ്ടും പറയുന്നത്? എന്താണ് അടുത്ത പോയിന്റ്? പ്രധാനമായിട്ടും പറയുന്നത് ഈ ഓരോ വ്യക്തികളും ഓരോ മാനേജ്മെന്റ് തലത്തിലൊക്കെ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സാന്നിധ്യത്തിൽ അത് ഇങ്ങനെ ചെയ്താൽ സാധിക്കും അല്ലെ ഇച്ചിരി കൂടി നന്നായിരിക്കും ഇച്ചിരി കൂടി നല്ല നോളജ് സ്കില്ലൊക്കെ പങ്കുവെക്കുമ്പോൾ അവർക്കൊക്കെ എന്താണ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും റിവാർഡ്സും അവാർഡുകളൊക്കെ കൊടുക്കാനായിട്ട് സ്കോളർഷിപ്പുകളൊക്കെ പ്രദാനം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഇത്തരത്തിലുള്ള അല്ലെ ഈ ഒരു ആശയങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും പോളിസികളൊക്കെ മുന്നിട്ട് കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുവന്ന വ്യക്തികൾ ചിലപ്പോൾ അതൊക്കെ എന്താണ് ശരിക്കും അങ്ങനെയൊക്കെ പുതിയ ഇന്നോവേറ്റീവായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോഴൊക്കെ അത് നന്നായിട്ട് തന്നെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് അത് ഇച്ചിരി കൂടി ആ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനെ നന്നായിട്ട് തന്നെ മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോൾ അവർക്കൊക്കെ സ്പെഷ്യലി അവാർഡുകളൊക്കെ കൊടുക്കാനൊക്കെ അല്ലെ സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതിനും ഒരു പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള പോളിസികൾ എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? ടു ഫങ്ഷൻ ആസ് അഡ്വൈസറി ആൻഡ് or a consultative body in the best interest of a community and a country to central and state governments, public sector undertakings, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization when need so emerge or a service are demand for. അതായത് ചിലപ്പോഴൊക്കെ ചില നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ചില ഹോസ്പിറ്റലിന്റെ ചില നയങ്ങളൊക്കെ ഇന്ന ഹോസ്പിറ്റലിന്റെ എന്നും പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടുകൾ വായിച്ച് അല്ലെ നമ്മൾ എന്തെങ്കിലും ഡ്യൂട്ടികളെ എന്തെങ്കിലും ചിലപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ എന്താണ് ചില റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ അവരെ ബേസ് ചെയ്ത് അപ്പൊ ആ ഒരു പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത ഹോസ്പിറ്റലുകളെ അവർ തെരഞ്ഞെടുക്കും അല്ലെ. ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിലിറ്റി അല്ല, ഇത് ഒബ്ജക്റ്റീവ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ലക്ഷ്യങ്ങൾ, അത് ഒരു പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഇതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ എന്താണ് നമ്മുടെ സെന്ററിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ വിങ് ആയിരിക്കണം എന്നല്ല, ചിലപ്പോൾ നല്ല ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് അറിയപ്പെടുന്നതായിരിക്കും. ചിലപ്പോൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കറിയാം ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി ആയിട്ടുള്ള അല്ലെ ഇന്റർനാഷണലി ഗ്ലോബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയും വിട്ട് പോകുമ്പോൾ അറിയപ്പെടുന്ന ഒരു ഇതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എന്താണ് അവിടെയുള്ള കുറച്ച് കണക്കും കാര്യങ്ങൾ അല്ലെ സർവേയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴാണ് അത് ഗ്ലോബലി അറിയപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു
രീതി അത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല ആശയങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവർ സർവേകൾ നടത്തുന്നത് അല്ലെങ്കിൽ സെൻസസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിന് നേരത്തെ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് തന്നെയാണ്. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് സൂചനകൾ. അപ്പൊ ഇത്തരത്തിലുള്ള സൂചനകളെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി നല്ല ഒരു സ്ഥാപനമാണെന്ന് മറ്റുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് അത് നാഷണലി നമുക്കറിയാം, നാഷണലി മാത്രമല്ല ഗ്ലോബലി അറിയപ്പെടണമെങ്കിൽ അതിന്റെ കുറച്ച് ഇൻഡിക്കേറ്റർ ആ സൂചനകൾ അവര് ഉപയോഗിക്കുന്ന കുറച്ച് സെൻസസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ കൊണ്ടുവരണമെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളണം അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ടു ഫങ്ഷൻ ആസ് ദ അഡ്വൈസറി, അപ്പൊ ഉപദേശക സമിതിയായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുക്കണമെങ്കിൽ എന്താണ് അവിടെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് പവറോട് കൂടിയിട്ടായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. ശരിയല്ലേ? ഒരു അഡ്വൈസറി ബോഡിയായിട്ട്. ഓക്കെ, മാനേജ്മെന്റ് നല്ലതായിരിക്കണം. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് നന്നാവണമെങ്കിൽ എന്താണ് അവിടെ മാനേജ്മെന്റിനെ കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് നല്ല രീതിയിൽ അവര് എല്ലായിടത്തും അല്ലെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണം. അങ്ങനെ ഗുഡ് വർക്കേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അതെ, ഓക്കെ, ഗുഡ് വർക്കേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്ത് മാനേജ്മെന്റിനോട് ഒപ്പം നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ നല്ലൊരു റിസൾട്ട് ഹോസ്പിറ്റലിൽ നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഉപദേശക സമിതിയായിട്ട് ഏതിലൊക്കെ രീതിയിൽ ഉപദേശക സമിതിയാവാം? ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി അല്ലെ. കൺട്രിയിലെ ഉപദേശക സമിതിയാവാം, അല്ലെങ്കിൽ ഇൻ കേസ് സെൻട്രലിൽ മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉപദേശക സമിതിയാവാം, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്സിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷന്റെ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും സമ്പ്രദായങ്ങൾ അല്ലെ ആവശ്യകതകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം, അല്ലെങ്കിൽ നല്ല ഒരു ഇന്ന ഹോസ്പിറ്റലിലെ ലെക്ചറർ അല്ലെ ഇന്ന ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടീച്ചിങ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെമിനാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഓഫീസിലൊക്കെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ, ആ ചേംബറിൽ നിന്നാണ് എങ്കിൽ അതൊരു പബ്ലിസിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിനും കൂടി എന്താണ് ഇത്തരത്തില് നല്ല പോളിസികൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് എന്താണ് ഒരു ലക്ഷ്യം കൂടിയാണ്, നല്ലൊരു അറിയപ്പെടുന്ന ഒരു മേഖലയാക്കി മാറണമെന്ന്. വെൻ നീഡഡ് സോ എമർജൻസ് ഓർ സർവീസ് ആർ ഡിമാൻഡഡ് ഫോർ, അവര് എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് ഇവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പൊ അതിന് റെഡി ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്താണ് ഹോസ്പിറ്റൽ റൺ ചെയ്തു പോകും. നെക്സ്റ്റ് എന്താ പറയുന്നത്? മറ്റൊരു ലക്ഷ്യം പറയുമ്പോൾ ടു ഹെൽപ്പ് ടു പ്രിപ്പയർ SOPs എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ് ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, quality and accreditation, healthcare technology, healthcare industry related subjects, textbooks for health management course for benefit of the students and faculty, then hospital and healthcare organization and academic institution. അതായത് ഇതിന്റെ നമുക്കറിയാം നല്ലൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിൽ നിന്ന് എന്താണ് അവരുടെ കുറച്ച് ഡാറ്റാസും കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നോളജ് ആയിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലര് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അല്ലെ മറ്റു സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ചില ഇതുകൾ അല്ലെ ക്വാളിറ്റി അക്രഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻഡസ്ട്രി ബേസ് ചെയ്ത് വരുമ്പോൾ എന്താണ് വ്യവസായ മേഖലകളിലേക്ക് ചില കാര്യങ്ങൾ അല്ലെ ഇന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ്, ഇന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഷീൻ ആണ് അല്ലെ, ഇന്ന ആ ഹോസ്പിറ്റലിന് പ്രാധാന്യമുണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിനെല്ലാത്തിനും ഒരു പ്രാധാന്യം വരും. അപ്പൊ എന്താണ് ഈ ഒരു ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അനുസരിച്ചിട്ട് അതും കൂടി ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ നമ്മുടെ ഈ ടെക്നിക്സുകളൊക്കെ അറിയപ്പെടണം അല്ലെ, നമ്മുടെ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇച്ചിരി കൂടി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പഠിക്കാനായിട്ട് സ്റ്റുഡൻസിനെ അത് റെഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലെക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോട് മറ്റൊരു ഉദ്ദേശം കൂടി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എപ്പോഴും ഒരു നല്ലൊരു ബെറ്റർ അഭിപ്രായം അല്ലെ, അത് എവിടെ നാഷണലി മാത്രമല്ല പുറത്ത് ഇന്റർനാഷണലി അറിയപ്പെടണം എന്നുള്ള ഒരു മനോഭാവമാണ്.
നെക്സ്റ്റ് എന്താണ് അത് പ്രിൻസിപ്പളില് നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങൾ അല്ലെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് റിപ്പീറ്റേഷൻ തന്നെയാണ്, പക്ഷെ ഓരോന്ന് തിരിച്ച് പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് എന്താ പറയുന്നത്, ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്. പ്രൊമോഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഹോസ്പിറ്റലിനെ ഇച്ചിരി കൂടി നല്ല രീതിയിൽ അറിയപ്പെടും. Then to tackle professional consultancy in the field of health system management, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and service for overall improvement of the facilities. അതായത് നമ്മൾ വീണ്ടും അല്ലെ ഇത്തരത്തിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മേഖലകളാണ്. അപ്പൊ ഈ ഒരു മേഖല എന്ന് പറയുമ്പോൾ ആരോഗ്യം നമ്മളിപ്പോ കണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്നോ ക്വാളിറ്റി അക്രഡിറ്റേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾക്കൊക്കെ കവർ ചെയ്ത് പഠിപ്പിച്ചു തന്നില്ലേ അല്ലേ, അങ്ങനെയൊക്കെ പഠിക്കുമ്പോ അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും അല്ലെ ദുരന്ത നിവാരണത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ വിങ് ഇത്തിരി കൂടി മുന്നിലാണെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റൽ ഇച്ചിരി കൂടി അല്ലെ ഒരു ഒത്തിരി കൂടി പേര് കേട്ടതാണ്. ഇപ്പൊ എന്തെങ്കിലും ദുരന്ത നിവാരണം വരുന്ന സമയഘട്ടങ്ങളിലൊക്കെ ഹോസ്പിറ്റലിനെ ഒന്ന് സ്പെഷ്യലി ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത്തിരി കൂടി നല്ല ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് അറിയപ്പെടാനായിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞൊരു ടാക്കൽ മീൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇച്ചിരി കൂടി അല്ലെ എന്തെങ്കിലും ട്രാക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക, ഒരു കൈകാര്യം ചെയ്യുക എന്നുള്ളത് പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കൺസൾട്ടൻസി ഫേമായിട്ട്. ഓക്കെ, ടാക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു മേഖല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ തെരഞ്ഞെടുക്കുക, അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ് അതിന് വേണ്ടി നേരത്തെ കൂട്ടി എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കുക അല്ലെ. അത് നേരത്തെ കൂട്ടി എങ്ങനെയുള്ളവരെയാണ് ഈ അഡ്വൈസറി ബോഡിക്ക് വേണ്ടിയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ എങ്ങനെയുള്ളവരുടെ ടെക്സ്റ്റുകളാണ് ഫോളോ ചെയ്യുക. അപ്പൊ ഇച്ചിരി കൂടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുറപ്പിച്ചിട്ടായിരിക്കും പൊതുവെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ഇപ്പോഴും നയങ്ങളും കാര്യങ്ങളൊക്കെ രൂപീകരിച്ചു കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒരു മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മെഡിക്കൽ ടൂറിസം അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഓർ സർവീസുകൾ ഇതിന്റെയൊക്കെ ഓവറോൾ ഇംപ്രൂവ്മെന്റ് അത് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായെങ്കിലാണ് ഇവ കാര്യങ്ങൾക്കൊക്കെ ലീഡ് ചെയ്യാനായിട്ട് മുന്നോട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി ആർക്കുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻ ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടു ബ്രിങ് കോമ്പറ്റീറ്റീവ്നെസ് ഫോർ എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിൻ. നമുക്കറിയാം മത്സരം അല്ലെ, ഇപ്പൊ എവിടെ ഹോസ്പിറ്റലൊക്കെ എവിടെയും ഫോം ചെയ്യാണ്, ഒരു ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലായിട്ട് മത്സരിച്ച് നിന്നാണ് അവരെ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുവരുന്നത് അല്ലെ, ഒരു ബിസിനസ് ലോകം പോലെ തന്നെയായി. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഇച്ചിരി കൂടി ഇതല്ലേ മറ്റൊരു ഹോസ്പിറ്റലിനെ കൂടി വരുത്താൻ തക്ക വിധത്തിലുള്ള കുറെ കാര്യങ്ങളെല്ലാം ഇവര് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ചിട്ട് അവാർഡുകളും കോമ്പറ്റീഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോളിസി നയങ്ങൾ നമുക്കറിയാം എപ്പോഴും നല്ല രീതിയിൽ സർവീസ് പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏത് മേഖല എടുത്ത് നോക്കിയാലും അത് സർവീസിന്റെ കാര്യം മാത്രമല്ല ക്ലീനിങ്ങിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പബ്ലിക്കിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ട്രെയിനിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എവിടെയും ഒരു കിടത മത്സരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് എടുത്തിരിക്കുമെന്നുള്ളതാണ്. വീണ്ടും എന്താ പറയുന്നത്, ടു റിലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ദ ഇൻഡിവിജ്വൽ ഹു ഹാവ് മേഡ് extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. ഇപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം ഈ മേഖലയിൽ പൊതുവായിട്ടുള്ള നയങ്ങൾ അത് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അല്ലെ മറ്റു ഹോസ്പിറ്റലിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പൊതുമേഖലയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് നമ്മുടെ ആരോഗ്യ രംഗത്തൊക്കെ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം പബ്ലിസിറ്റി കിട്ടാനൊക്കെ ആയിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ ലക്ഷ്യങ്ങൾ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഈ ലക്ഷ്യത്തിന്റെ ബേസിലാണ് എന്താണ് നമ്മളിങ്ങനെ
കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇനി പഠിച്ചു വരുന്നുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും അവരിങ്ങനെ ഓരോ, നമുക്കറിയാം നല്ല ഹോസ്പിറ്റലാണെങ്കിൽ മാത്രമാണ് അവിടുത്തെ സൂചനകൾ അല്ലെ, അവിടുത്തെ കുറച്ച് കണക്ക് വിവരങ്ങളൊക്കെ പുറം ലോകത്തേക്ക് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് സേവനങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ദുരന്ത നിവാരണ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് ഉപയോഗപ്രദമാക്കാം എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിന്റെ കുറച്ച് അനുഭവങ്ങൾ എന്തെങ്കിലും മീറ്റിങ്ങിലൊക്കെ ഷെയർ ചെയ്യാനൊക്കെ വെക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എപ്പോഴും എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് എപ്പോഴും നല്ല രീതിയിൽ കുറെ ആലോചനകളൊക്കെ നടത്തിയിട്ടായിരിക്കും നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത്. ഈ നയങ്ങളെല്ലാം തന്നെ എന്താണ്, നമ്മുടെ ഗ്ലോബലി തന്നെ അല്ലെ, എല്ലാം പൊതുവായിട്ട് എന്താ പറയണ, ഇന്ത്യയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഏത് രാജ്യമാണോ ആ ഒരു കൺട്രിക്ക് വേണ്ടി മാത്രമല്ല, മൊത്തത്തിൽ അല്ലെ ഗ്ലോബലി വൈഡായിട്ട് തന്നെയായിരിക്കും നയങ്ങളെല്ലാം രൂപീകരിക്കുന്നത്. ആ ഒരു രീതി തന്നെയാണ് അവര് ഫോളോ ചെയ്തു. ഓക്കെ, ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആരോഗ്യ രംഗത്ത് എന്താണ് ഇക്വാലിറ്റി അത് സംഭവമാക്കണം എന്നുള്ള ഉദ്ദേശമായിരിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപീകരിക്കുമല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസ് എല്ലാം കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് ഇത് ചെയ്യണമെന്നില്ല, പ്രധാനമായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകുന്നത് തന്നെയായിരിക്കും അല്ലേ. എപ്പോഴും ഹോസ്പിറ്റലിന്റെ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അത് മാത്രമല്ല അവിടെ അതിന് വേണ്ടിയിട്ടുള്ള നല്ല നയങ്ങളൊക്കെ രൂപീകരിച്ചു കൊണ്ടുവരിക. എന്തെങ്കിലും അവാർഡ് ദാനങ്ങൾക്കാണെങ്കിലും കാര്യത്തിലാണെന്നൊക്കെ ഓർത്തിട്ട് തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ കണ്ടുവരുന്നത് അല്ലെ, ഇപ്പൊ ഇത്രയും നേരം കണ്ടു ഒരുപാട് ഇതുകളെല്ലാം, ചിലപ്പോഴൊക്കെ ചില പോളിസികളൊക്കെ രൂപീകരിക്കേണ്ടതായിട്ട് വരും, ചില സൂചനകളെല്ലാം തയ്യാറാക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതനുസരിച്ചിട്ടാണ് അത് നാഷണലി അല്ലെങ്കിൽ ഗവൺമെന്റിന് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ ആയിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങൾ. ഇതില് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് ഒരു ജനസംഖ്യാനുപാതം അല്ലെ, ഇത്ര ആളുകളെ കൺസിഡർ ചെയ്തിട്ട് പരിഗണിച്ചിട്ടാണ് പല കാര്യങ്ങളും എന്താണ് തയ്യാറാക്കുന്നത്, ഒരു തിട്ടപ്പെടുത്തുന്നത് അല്ലെ. ഇന്ന ഹോസ്പിറ്റലിലെ ഇന്ന ഇത്തരത്തിലുള്ള ഇന്ന ദിവസം ഇത്ര, ഇപ്പൊ കോവിഡിനെ സംബന്ധിച്ച് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും കോവിഡിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ നാളുകളിൽ അല്ലെ, കോവിഡ് സമയങ്ങളിൽ നമുക്കറിയാം ഇന്ന ദിവസം ഇത്രയും റിപ്പോർട്ട് ചെയ്തു അല്ലെ, ഇന്ന കൺട്രികളില് വ്യത്യസ്ത കൺട്രികളുടെ കണക്കുകൾ വരെ നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പൊ ഇന്ന റിപ്പോർട്ട് ചെയ്തിട്ട് എത്രയും പേര് എന്താണ് ഈ വാക്സിൻ ഉപയോഗിച്ചിട്ട് ഇന്ന കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രോബ്ലംസ് ഇല്ല, ചിലരൊക്കെ മരണപ്പെട്ടു, ഇത്രയും മരണം റിപ്പോർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത ഹോസ്പിറ്റലുകളിലും ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം കൃത്യമായിട്ട് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളെല്ലാം നമ്മൾ എന്താണ് പേപ്പറിലൂടെയാണെങ്കിലും മറ്റു ന്യൂസ് അല്ലെ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കണക്കുകൾ അതിനെയാണ് നമ്മൾ ഈ സൂചനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ കണക്കുകളിൽ നിന്നാണ്, ഈ സൂചനകളിൽ നിന്നാണ് വിലയിരുത്തുന്നത് ഓരോ ഇതുകൾ. അതായത് ചിലപ്പോ ഒരു രോഗത്തിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം രോഗവ്യാപനം അല്ലെ, ഇപ്പൊ കോവിഡ് ആണെങ്കിൽ ആ കോവിഡ് വ്യാപനം അതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളാണ്. ചിലപ്പോ മരണത്തെ സംബന്ധിച്ച് അല്ലെ, ഇന്ന കാലയളവിൽ ഇന്ന അസുഖം ബാധിച്ചു, ഇത്ര പേര് മരിച്ചു അല്ലെ, അതിനെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ചിലപ്പോഴൊക്കെ എന്താണ് ഡയബറ്റീസ് പേഷ്യൻസ് ഇവിടെ കൂടുതലാണ്, കേരളത്തിൽ ഇത്രയും ശതമാനം കൂടുതലാണ്, അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ ഇത്രയും കൂടുതലാണ്, ചെറുപ്രായത്തിൽ ഇന്ന അസുഖം വരുന്നവർ കൂടുതലാണ്. അങ്ങനെ വ്യത്യസ്ത കണക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരാറുണ്ട് ഇല്ലേ, ശരിയല്ലേ? അങ്ങനെ റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കാറില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പൊ നിങ്ങൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൂചനകൾ, ഈ സൂചനകളെ വെച്ചിട്ടാണ് അല്ലെ നമ്മൾ കുറച്ചും കൂടി കുറെ കാര്യങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന അസുഖമുള്ളവര് ഈ ഏരിയയിൽ കൂടുതലാണ്, അപ്പൊ അതിനെ പറ്റിയ ആക്ഷൻസ് എടുക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം മന്ത്രിമാരും കാര്യങ്ങളൊക്കെ എന്താണ് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ടൊക്കെ ഇറക്കി അല്ലെ, അവര് ജനങ്ങളെയെല്ലാം ആ ഒരു ഇതിലേക്ക് അല്ലെ എന്താ പ്രധാനമായിട്ട് പോളിസികളൊക്കെ കൊണ്ടുവരും. അവരുടെ ആരോഗ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഒരു സൂചനകളുടെ ബേസിലാണ് അല്ലെ. അപ്പൊ അത് ഹോസ്പിറ്റലുകാരെ കൊണ്ടുവരുന്നതാണ് സാധാരണയായിട്ട് ഞാൻ പറഞ്ഞു മുൻകരുതൽ ഓക്കെ പ്രിവെൻഷനായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. നമ്മളെ ഹോസ്പിറ്റലുകാരെ നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരൊക്കെയാണ് കുറെ നയങ്ങൾ രൂപീകരിക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഈ ഒരു നയങ്ങൾ രൂപീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള റേറ്റുകൾ അല്ലെ, നമ്മുടെ മെറ്റേണിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരീകരണ കാര്യങ്ങളെല്ലാം ബോധ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സൂചനകൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള കാര്യം? ഓക്കെ, പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവരിക. അതായത് ആ ജനസംഖ്യ അനുപാതത്തെ, ആ ഒരു പ്രദേശത്തെ ജനസംഖ്യ അത്ര സമയത്തിനുള്ളിൽ ഇന്ന രോഗം ബാധിച്ചവർ, എത്രയും പേഷ്യൻസ് അല്ലെങ്കിൽ അഡ്മിഷൻ വന്നവര്, അല്ലെങ്കിൽ ഇത്രയും ഡെത്ത് സംഭവിച്ചവര്, അങ്ങനെ ആ ഒരു പൊല്യൂഷനെ അല്ലെ പൊല്യൂഷൻ അല്ല പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണയായിട്ട് കൊണ്ടുവരാറുള്ളത്. നോക്കാം എന്താന്നുള്ളത്. Health indicators are calculable characteristics of a population which researchers use as supporting evidence for explaining the health of a population. അതായത് അവിടുത്തെ ആ ഒരു പോപ്പുലേഷൻ അല്ലെ ജനസംഖ്യയുടെ ആരോഗ്യം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്, ആ ആരോഗ്യാവസ്ഥ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അത് കൃത്യമായിട്ട് അല്ലെ റിസർച്ച് ഗവേഷണം നടത്തുന്നവരാണ് സാധാരണയായിട്ട് ഇന്ന രോഗാവസ്ഥയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അവർക്കൊരു സപ്പോർട്ടീവായിട്ടുള്ള എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു എവിഡൻസ് തെളിവ് അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് ഇൻഡിക്കേറ്റർ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ കൊണ്ടുവരുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട്. which researchers use supporting evidence for explaining health of a population. അത് ഏതെങ്കിലും ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു എവിഡൻസ് കൊണ്ടുവരുന്നത്. അത് വ്യത്യസ്തമാകാം. നമുക്കറിയാം ചിലപ്പോൾ മരണത്തിനെ സംബന്ധിച്ച്, ചിലപ്പോൾ ക്യാൻസർ രോഗികളെ സംബന്ധിച്ച്, ചിലപ്പോൾ ശിശുക്കളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെ കൈകാര്യം ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആ ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ട് അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, സൂചനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then normally researchers will use a survey methodology to collect information about a population sample. അപ്പൊ സാധാരണയായിട്ട് റിസർച്ചേഴ്സ് സാധാരണയായിട്ട് ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? സർവേ മെത്തഡോളജി ടു കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ. Use statistics to generalize
the information gathered to the total population and then use the statistical analysis to make a statement about the health of a population. അപ്പൊ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് കൊണ്ട് ആ ഒരു സ്ഥിതി വിവരണ കണക്കുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇത്രയാണ് പോപ്പുലേഷൻ. ഈ പോപ്പുലേഷന്റെ ഉള്ളിൽ ഇപ്പൊ 100 പേരെ ടെസ്റ്റ് ചെയ്തിട്ട് 10 പേര് അവർക്ക് രോഗം സ്ഥിരീകരിച്ചു അല്ലെ. അപ്പൊ 100-ൽ 10 പേര് സ്ഥിരീകരണം വന്നു ഇന്ന അസുഖത്തെ സംബന്ധിച്ച്. അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റിസർച്ചുകാര് ഇത്തരത്തിലുള്ള സൂചനകൾ തയ്യാറാക്കുന്നത്. Okay, then health indicators are often used by governments to guide healthcare policy or to make goals for improving population health. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ആരോഗ്യം അല്ലെ, ആ ഒരു പോപ്പുലേഷന്റെ ആ ഒരു ജനങ്ങളുടെ ഹെൽത്ത് ആരോഗ്യം ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കും ആര്? ഗവൺമെന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ് to guide healthcare policy or to make a goal for improving population health. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് യൂസ് ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് പോളിസി രൂപീകരണമൊക്കെ തയ്യാറാക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാം. അപ്പൊ എന്താണ്? സർവേ മെത്തഡോളജിയാണ് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തഡോളജി എന്ന് പറയുന്നു. ഗവൺമെന്റ് ഒക്കെ ഇത്തരത്തിലുള്ള പോളിസിയൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചനകൾ എന്ന് പറയുമ്പോൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് സൂചനകൾ തയ്യാറാക്കുന്നത്. അത് എന്താണ് ഇത്രയും നമുക്ക് എന്താണെന്നുള്ള കാര്യം വ്യക്തമാക്കി തന്നു അല്ലെ. എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള ചില കണക്കുകൾ, ഒരു എവിഡൻസ്, അതൊരു കാൽക്കുലബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തരുമ്പോൾ അതനുസരിച്ചിട്ട് ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റേഴ്സിന് ചില പ്രത്യേകതകളുണ്ട് അല്ലെ. നമുക്ക് തോന്നുന്ന രീതിയിലൊന്നും ഇത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതൊക്കെ എന്താണെന്ന് നോക്കാം. A health indicator which will be used internationally to explain global health must have the following characteristics. അതായത് നമ്മൾ കണ്ടായിരുന്നു ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഈക്വൽ അല്ലെ, നിങ്ങൾ പറഞ്ഞ മാതിരി ഈക്വാലിറ്റി. അവിടെ എല്ലാവർക്കും ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ഈക്വൽ അല്ലെ, ഒരു തുല്യതയാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അത് മറ്റു കൺട്രിയിലുള്ളതാണെങ്കിലും നമ്മുടെ കൺട്രിയിലുള്ളതാണെങ്കിലൊക്കെ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ആരോഗ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഇന്റർനാഷണലി അല്ലെങ്കിൽ എന്താണ് ഗ്ലോബലി ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്, അതായത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളുണ്ട്. എന്താണ് ഫസ്റ്റ് പറയുന്നത്? It must be explained in such a way that it can be gauged in uniformly internationally. അതായത് ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഏത് ഇൻഡിക്കേറ്റേഴ്സും അത് ഒരുപോലെ തന്നെ എല്ലാവർക്കും അല്ലെ ഒരേപോലെ തന്നെ ഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അളക്കുന്ന ഒരു അളവ് പോലെ ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം ഇത്തരത്തിലുള്ള നോട്ടുകളെല്ലാം തയ്യാറാക്കേണ്ടത്. It must be explained in such a way that it can be gauged എന്ന് വെച്ചാൽ അളക്കുക. യൂണിഫോംലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ. ഇന്റർനാഷണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണലി. ഇവിടെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന അതേ ഒരു സ്ഥിതിവിവര കണക്ക് തന്നെയായിരിക്കും മറ്റു കൺട്രികളിലും അത് അളക്കുന്നത്. അല്ലെ, കോവിഡ് നമ്മള് എന്താണ് അമേരിക്കയിൽ സ്ഥിരീകരിച്ചത് ഇത്ര പേര് എന്നുള്ള രീതിയാണ് അല്ലെ. 500 പേരെ ടെസ്റ്റ് ചെയ്തപ്പോൾ 200 പേരെ സ്ഥിരീകരിച്ചു. എന്താണ് ഇന്ത്യയിലും കേരളത്തിലെ വ്യക്തി എങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തത്? 500 പേരെ ടെസ്റ്റ് അല്ലെങ്കിൽ 300 പേരെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്ര പേർക്ക് സ്ഥിരീകരിച്ചു അല്ലെ. ആ ഒരു രീതി തന്നെയാണ് എവിടെയും എന്താണ് ഇക്വാലിറ്റി അല്ലെ, എല്ലാവരുടെയും തുല്യത കൈവരുത്തിക്കൊണ്ട് ഒരേപോലെ തന്നെയാണ് കണക്കുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെയാ പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. അതിനൊക്കെ ഒരു സ്ഥിരീകരണ നിലനിൽപ്പുണ്ട് അല്ലെ. ഒരു കണക്കെന്ന് പറയുന്നതിന് അതിന് വ്യക്തതയുണ്ട്. ഇത്ര സമയത്തിൽ ഇന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ രാവിലെ മുതൽ വൈകുന്നേരം ഇത്രയും അവേഴ്സിനുള്ളിലൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ അത് അതേ രീതിയിൽ തന്നെയായിരിക്കും നിലനിൽക്കുക. അതിനൊരു നിലനിൽപ്പുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ട്, നിലനിൽപ്പുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? The indicator must be data which can practically be collected in a reasonable amount of time. എപ്പോഴും ഇൻഡിക്കേറ്റേഴ്സ് ഒരു നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമിലായിരിക്കും അല്ലെ.
ഒന്നില്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഡെത്ത് റേറ്റ് നമ്മൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഇന്ന വർഷം അല്ലെ ഒരു വർഷത്തിൽ ഉണ്ടായ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ കോവിഡ് ഒക്കെ ആവുമ്പോൾ നമുക്കറിയാം ഇന്ന് സംഭവിച്ച മരണനിരക്ക്, അതായത് ഒരു ദിവസമാണ് അവിടെ പീരീഡ് കൊടുക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ടൈമും കൂടി അവിടെ ഉണ്ടായിരിക്കും, റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമും കൂടി അവിടെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ദ അനാലിസിസ് ഓഫ് ഡാറ്റ മസ്റ്റ് റിസൾട്ട് ഇൻ എ റെക്കമെൻഡേഷൻ ഓൺ വിച്ച് പീപ്പിൾ ക്യാൻ മേക്ക് എ ചേഞ്ച് ഇൻ ടു ഇംപ്രൂവ് ഹെൽത്ത്. നമുക്കറിയാം ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്ന ദിവസത്തിൽ ഇന്ന സ്ഥലത്തെ ഒരു കണക്കായിരിക്കും ബോധ്യമാക്കുക അല്ലെ. അപ്പൊ അവിടുത്തെ ഹെൽത്ത്, അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. കുറച്ച് റിപ്പോർട്ടേ ഉള്ളൂ എങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കറിയാം ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നത് എങ്ങനെയാ, ആദ്യം കൂടുതൽ സ്ഥിരീകരിക്കുക അല്ലെ, കണ്ടെത്തുന്നത് അനുസരിച്ചിട്ടാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവരുടെ സ്പെഷ്യൽ ആ ഒരു മേഖലകൾക്ക് എന്താണ് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൂചനകൾ. അനാലിസിസ് ഓഫ് ഡാറ്റ മസ്റ്റ് റിസൾട്ട് ഇൻ എ റെക്കമെൻഡേഷൻ, ഒരു റെക്കമെൻഡേഷൻ ആണ് ഓൺ വിച്ച് പീപ്പിൾ ക്യാൻ മേക്ക് എ ചേഞ്ച് ടു ഇംപ്രൂവ് ഹെൽത്ത്. ഏത് തരത്തിലുള്ള ഏത് ഭാഗത്തുള്ള പീപ്പിൾസ് ആണ് കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്നുള്ളതിന്റെ ഒരു റെക്കമെൻഡേഷൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഡാറ്റ. ഓക്കെ, ആ ഒരു രീതിയിലാണ്, ആ ഒരു സവിശേഷ കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. First point, it must be explained in such a way that it can be gauged uniformly international. അതായത് ഗേജ് എന്ന് പറയുന്നത് അളക്കുക എന്നാണ്, ഒരേപോലെ അളക്കണം എന്നുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ഇൻഡിക്കേറ്റേഴ്സ്, ആ രൂപീകരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ആ ഒരു രീതി തന്നെയായിരിക്കും പുറത്ത് കണ്ടുവരിക. നമ്മൾ പുറത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതികളൊന്നും ഇന്ത്യയിലൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുവരാൻ പാടുള്ളതല്ല. എത്ര രോഗികളെ പരിശോധിച്ചാൽ അതായിരിക്കും അല്ലെ മിക്കവാറും പോപ്പുലേഷൻ ബേസ് ചെയ്ത് നമുക്കറിയാം ഇത്രയും അണ്ടറിൽ എന്താണ് എത്ര രോഗികളെ പരിശോധിച്ചു എന്നുള്ള ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൽ എത്ര പേരെ സ്ഥിരീകരിച്ചു. അത് ഒരേപോലത്തെ ഒരു യൂണിഫോമാനിറ്റി ഉണ്ട് അവിടെ. അത് എവിടെയാണെങ്കിലും അല്ലെ, കോവിഡ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറയുന്നത് അതാണ് അല്ലെ. പുറത്ത് ഇത്രയും രോഗികളെ, ഇപ്പൊ 500 രോഗികളെ പരിശോധിച്ചിട്ട് 200 പേരെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ അതേ രീതിയിൽ തന്നെ 500 പേരെ ഈ ഒരു ഇന്ത്യയിൽ പരിശോധിച്ചപ്പോൾ 10 പേരെ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേരിയേഷൻ എന്താന്ന് അല്ലെ. 500-ൽ 200 ആണോ കൂടുതൽ, 500-ൽ 50 ആണോ കൂടുതൽ, അല്ലെങ്കിൽ 10 ആണോ കൂടുതൽ എന്ന വേരിയേഷൻ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ്. ലാസ്റ്റ് പോയിന്റ്, ദ അനാലിസിസ് ഓഫ് ഡാറ്റ must result in a recommendation on which people can make a change to improve health. നമുക്കറിയാം ചില പ്ലേസുകളിൽ മാത്രമാണ് ഈ സ്ഥിതിവിവര കണക്കുകൾ എടുക്കേണ്ടതായിട്ട് വരുന്നത്. ചിലർക്ക് റിപ്പോർട്ടുകൾ ഇല്ല എങ്കിൽ നമ്മൾ നോക്കൂല അല്ലെ. അപ്പൊ ചിലർക്ക് ഇത്രയും കൂടുതൽ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ, കുറച്ച് കൂടുതൽ ക്യാൻസർ രോഗികളെ ഇന്ന ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അത് ചിലപ്പോ എന്തെങ്കിലും പൊല്യൂഷൻ പ്രോബ്ലം കൊണ്ടായിരിക്കും, എന്തെങ്കിലും മലിനീകരണ സംബന്ധങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവിടെ ഇത്രയും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് ഉണ്ടായെങ്കിൽ എന്താണ് അവിടെ കുറച്ചും കൂടി ആക്ഷൻ അല്ലെ, അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇംപ്രൂവ് ഹെൽത്ത്, ആ ഒരു ഭാഗത്തെ വ്യക്തികളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും അവിടെ ഒരു സ്ഥിതിവിവര കണക്ക് കൊണ്ടുവരുന്നത്. The analysis of the data must result in a recommendation on which people can make a change to improve. ചിലയിടത്ത് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് കൂടുതൽ എന്തെങ്കിലും അല്ലെ ഫർദർ ആക്ഷൻസ് ഒന്നും കൊണ്ടുവരേണ്ടതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തൊന്നും കൊണ്ടുവരേണ്ടതായിട്ട് വരികയില്ല. ഓക്കെ, മനസ്സിലായോ? മറ്റുള്ളവർക്ക് അല്ലെ ഏതോ ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായിരിക്കും. നമുക്കറിയാം എപ്പോഴും ഒരു ഭാഗത്തെ സ്ഥിരീകരണമാണ് കൊണ്ടുവരിക, അത് നിശ്ചിത ടൈമിനുള്ളിലുള്ള വിവരണമായിരിക്കും കൊണ്ടുവരിക.
ഓക്കെ, ഇനി എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് പറയുന്നത് ദ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു ഓക്കെ ദ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്. അതായത് നമ്മളിപ്പോ ഇത്തരത്തിലുള്ള ഹെൽത്ത് ആരോഗ്യ നിലപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ, ഈ സൂചനകൾ നമ്മൾ ആ അളവുകൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഈ അളവുകൾ കൊണ്ടുവരുന്നത് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ്, ചില ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിസീസസ്, സ്പെസിഫിക് മോർട്ടാലിറ്റി, മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി. ചിലപ്പോ നമ്മള് ഈ അളവുകോല് കൊണ്ടുവരുന്നത് ചിലപ്പോ അംഗവൈകല്യമുള്ളവരെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇന്ന ഭാഗത്ത് ഇത്രയും പേഷ്യൻസ് ഉണ്ട് അല്ലെ, അംഗവൈകല്യമുള്ളവരുണ്ട്, അല്ലെങ്കിൽ എന്താണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് മരണനിരക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ, ഈ ഭാഗത്ത് കൂടുതൽ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് മരിച്ചു എന്നുള്ള ഒരു സ്ഥിതിവിവര കണക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ എന്താണ് മരണനിരക്ക് അറിയാൻ തന്നെ വേറെ മറ്റൊരു രീതിയിൽ പറഞ്ഞ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും മരണനിരക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള മോർബിഡിറ്റി എന്ന് പറയുന്ന രോഗാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്, സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി അല്ലെ, ഏതെങ്കിലും ഒരു അംഗവൈകല്യ കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗം അതായത് നമ്മളിപ്പോ എൻഡോസൾഫാൻ ബാധിച്ച വ്യക്തികള് അത് എവിടെയാണ്, അത് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു അല്ലെ ഒരു സംഭവമാണ്, അവിടെയാണ് അതുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ എന്താണ് ആ ഒരു മോർബിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട കണക്കാണ്. മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഓക്കെ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മരണനിരക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിതിവിവരണം. ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അല്ലെ വൈകല്യം സംബന്ധിച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ്, മോർബിഡിറ്റി റേറ്റ്, ഡിസബിലിറ്റി റേറ്റ്. ഓക്കെ, ആ ഒരു റേറ്റ് ആ ഒരു ബേസിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവരാം. നെക്സ്റ്റ് എന്താ പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. അതിൽ എന്താണ് ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ. ചിലപ്പോ അവരുടെ ആ ഒരു മേഖലകളിലെ എന്തെങ്കിലും ഹെൽത്തുമായി ബന്ധപ്പെട്ട സ്വഭാവ രീതികൾ അല്ലെങ്കിൽ ബയോളജിക്കൽ റിസ്ക് അല്ലെ, അവിടെ എന്താണ് ജൈവ അപകട ഘടകങ്ങളുള്ള മേഖലയാണ്, എന്തെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ, എന്തെങ്കിലും ബയോളജിക്കൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ എൻഡോസൾഫാൻ പോലത്തെ അല്ലെ എന്തെങ്കിലും ജൈവ അപകട മേഖലയായിട്ട് സ്ഥിരീകരിച്ചിട്ടാണ് നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ബിഹേവിയർ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള റേറ്റിംഗ് സംവിധാനം കൊണ്ടുവരാം. ആൻഡ് ഹെൽത്ത് സിസ്റ്റംസ്, അതായത് നമുക്ക് ആരോഗ്യ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് കണക്കുകൾ കൊണ്ടുവരാനായിട്ടും ഈ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവരാം. എന്താണ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കേഷൻ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ്. ചിലപ്പോൾ കൂടുതൽ ഓപ്പറേഷന് വിധേയമാകുന്ന രോഗികളുടെ എണ്ണം ഇന്ന പ്ലേസുകളിൽ കൂടുതലാണ് അല്ലെ, ഒരുപാട് ഓപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ ചിലയിടത്തൊക്കെ നോർമലി ഡെലിവറി ആയിട്ടുള്ള പെർസെന്റേജ് ചില മേഖലകളിൽ ഇതായിരിക്കും അല്ലെ, സിസേറിയൻ മേഖലകൾ കൂടുതൽ നമുക്കറിയാം. അങ്ങനെ മാത്രമല്ല ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും സർജിക്കൽ ആയിട്ടുള്ള കുറെ പ്രൊസീജിയേഴ്സ് നടത്തുന്ന ഒരു മേഖല അല്ലെ, ക്യാൻസർ രോഗികൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നവര് എന്തെങ്കിലും മെഡിക്കേഷൻ യൂസുകൾ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു മേഖലയാണ്. ഇത്രയും പെർസെന്റേജ് രോഗികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ചിലപ്പോഴൊക്കെ കണക്കുകൾ കൊണ്ടുവരും അല്ലെ, ഡയബറ്റീസ് പേഷ്യൻസ് കൂടുതലാണ്, ക്യാൻസർ രോഗികൾ കൂടുതലാണ് അല്ലെ, അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചുള്ള കുറെ സംവിധാനങ്ങൾ നയങ്ങളൊക്കെ രൂപീകരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, സർജിക്കൽ പ്രൊസീജിയേഴ്സ് കൂടുതലുള്ള ഒരു സംഭവം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഡിക്കേഷൻ യൂസ് കൂടുതലായിട്ട് ഇന്ന മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു മേഖല കണ്ടെത്താൻ, അല്ലെങ്കിൽ യൂസ് ഓഫ് ഹെൽത്ത് സർവീസ് ഇന്ന കൂടുതൽ ആരോഗ്യ സേവനങ്ങൾ, ഇത്തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നമുള്ളത് കൊണ്ട് കൂടുതൽ അവിടെ ഇത്തരത്തിലുള്ള സേവനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താനൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ് ഒരു കാൽക്കുലബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ്, അതാണ് ഈ ഇൻഡിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം പേഴ്സൺസിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര രോഗാവസ്ഥകൾ, ഇത്രയും പേഴ്സൺസ് ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ വന്നിട്ട് ഇത്രയും പേഴ്സൺസും ഓപ്പറേഷന് വിധേയമാക്കേണ്ടതായിട്ട് വന്നു അല്ലെ. ചിലയിടത്ത് നമുക്കറിയാം ചില ഇത്രയും പ്രസന്റ്ലി ഇത്രയും പേഷ്യൻസ് അഡ്മിഷൻ വന്നു, പക്ഷെ അവർക്ക് മെഡിക്കൽ ഓപ്പറേഷൻ കൂടാതെ തന്നെ അസുഖം ഭേദമാക്കാനായിട്ട് സാധിച്ചു. പക്ഷെ ചിലയിടത്ത് ഓപ്പറേഷന് വിധേയമാക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ വ്യത്യസ്തമാണ് അല്ലെ. ആ ഒരു കമ്പാരിസൺ അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. ചിലപ്പോഴൊക്കെ
രോഗാവസ്ഥയെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മരണനിരക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാവാം. ചിലപ്പോഴൊക്കെ എന്താണ് ഹെൽത്ത് ബിഹേവിയർ അല്ലെ, ഓരോരുത്തരുടെയും ആരോഗ്യപരമായിട്ടുള്ള സ്വഭാവ രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ എന്താണ് ചിലപ്പോഴൊക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് കൂടുതലുണ്ടോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ, കൂടുതൽ മരുന്നുകൾ ഇന്ന മരുന്നുകൾ യൂസ് ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള മെഷേഴ്സ് ഉണ്ടാവുന്നത്. വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ഉള്ളത് ഇതുമാതിരി എങ്ങനെയാണ് ഡെത്ത് റേറ്റ് എന്താണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്താണ് പ്രിവാലൻസ് ഡിസീസസ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള്, ഇൻസിഡൻസ്, അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാലോ. നെക്സ്റ്റ് കുറച്ചു നേരം കുറച്ചുകൂടി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാക്കായി പോകും. എന്താണ് ഡെത്ത് റേറ്റ് നോക്കാം. എന്താണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു. എന്താണ് പൊതുവെ നമുക്ക് മരണനിരക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് is a scale of a number of deaths in a general or owing to a specific person in a particular population measured to the size of that population per unit of time. അതായത് നമ്മൾ ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ മരണനിരക്കാണ് മനസ്സിലാക്കി എടുക്കുന്നത്. അതിന് മറ്റൊരു പേരാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ജനറൽ ആയിട്ടുള്ള മരണങ്ങൾ അല്ലെ, പൊതുവെ പല രീതിയിൽ മരണപ്പെടുന്നവരുണ്ട്. അതേമാതിരി തന്നെ ചിലപ്പോ ഒരു നിശ്ചിത അളവില് ഒരു നീപ്പ പനി വന്ന് ബാധിച്ചു മരിച്ചവര്, അല്ലെങ്കിൽ H1N1 സ്ഥിരീകരിച്ച അതുമായി ബന്ധപ്പെട്ട മരണമടഞ്ഞവര്, അങ്ങനെ ഒരു സ്പെസിഫിക് കാരണത്താല് മരിച്ചവരുടെ മാത്രം വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ അല്ലെ ജനറൽ ആയിട്ട് ഇൻ ജനറൽ ഓറോ ഓവിംഗ് ടു സ്പെസിഫിക് കോസ്. ഓക്കെ, ഞാൻ ഇന്ന പെർട്ടിക്കുലർ പോപ്പുലേഷൻ നമുക്കറിയാം. ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത അല്ലെ ഇത്രയും ലൊക്കാലിറ്റിയില് ഇത്രയും അളവിനുള്ളിൽ ഇത്രയും കൂട്ടത്തിനുള്ളില് മരിച്ചവര്, ഈ ഒരു ജോഗ്രഫിക്കൽ മെഗ്ര എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് മരിച്ചവരുടെ എണ്ണം എന്നുള്ള കൺസിഡറേഷനിലാണ് ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് മെഷർഡ് ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഓഫ് ടൈം. നമുക്കറിയാം ഒരു നിശ്ചിത സമയത്തിൽ അല്ലെ, ഇന്ന ദിവസം അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം അങ്ങനെ ഉള്ള ഒരു നിശ്ചിത ടൈമിനുള്ളില് മരണമടഞ്ഞവരുടെ ഒരു റേറ്റ്, അതാണ് എന്താണ് നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ്, ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും പോപ്പുലേഷനുള്ളില് ഇത്രയും സമയത്തിനുള്ളില് ഇത്ര പേര് മരിച്ചു അല്ലെ എന്നുള്ള സ്ഥിതി വിവരണ കണക്കാണ് എന്താ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, സം ഡിസീസ് സ്പെസിഫൈ ചെയ്ത് നമുക്ക് ഡിസീസ് വെച്ച് റേറ്റ് കൊടുക്കാം. ഇത് മൊത്തത്തില് അല്ലെ എല്ലാ തരത്തിലുള്ള മരണങ്ങളും നമുക്കറിയാം. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇവിടെ പ്രത്യേകമായിട്ട് മോർട്ടാലിറ്റി റേറ്റ് കണക്കാക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് ഇവിടെ വിവരിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. താഴേക്ക് വിവരിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും. നെക്സ്റ്റ് എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതില് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ്സ് ദ ടോട്ടൽ ഡെത്ത്സ് ദാറ്റ് ഹാപ്പൻ എസ്പെഷ്യലി ഓൺ എ ലാർജ് സ്കെയിൽ സച്ച് ആസ് ഇൻ എ പോപ്പുലേഷൻ ഓർ എ ജിയോഗ്രഫിക്കൽ ഏരിയ. അതായത് ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയില് ആ ഒരു പോപ്പുലേഷന്റെ ഉള്ളില് എസ്പെഷ്യലി കുറച്ച് ഒരു കൂടുതൽ മരണം സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് സാധാരണയായിട്ട് ഡെത്ത് റേറ്റ് സാധാരണയായിട്ട് കൊണ്ടുവരുന്നത്.
Then it is normally represented in the form of mortality rate. സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞത് തന്നെയാണ്. As per the mortality rate definition, an index of the number of deaths each year or a specified time interval in a specified population is called mortality rate. മറ്റൊരു രീതിയിൽ ഇതിന്റെ ഡെഫിനിഷൻ രീതിയിൽ പറഞ്ഞു കഴിയുമ്പോഴും ഈ ഒരു സൂചന എന്ന് പറയുന്ന ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ ഓർ എ സ്പെസിഫൈഡ് ടൈം ഇന്റർവൽ ഇൻ എ സ്പെസിഫൈഡ് പോപ്പുലേഷൻ ഈസ് കോൾഡ്. അതായത് ആ ലൊക്കാലിറ്റി ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഇന്ന സമയത്തിനുള്ളിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണനിരക്ക് എന്നുള്ള രീതിയിലാണ് മോർട്ടാലിറ്റി റേറ്റ് അറിയപ്പെടുന്നത്. It is normally expressed in a population units like deaths per 1,000 people for a record period or a specified time frame. അതായത് 1000 പേര് കൺസിഡർ ചെയ്യുമ്പോൾ എത്ര പേരെ സ്ഥിരീകരിച്ചു എന്നുള്ള രീതിയിലാണ് മോർട്ടാലിറ്റി റേറ്റ് എപ്പോഴും കൊണ്ടുവരിക. ഇത്രയും 1000 പേരില് ഇത്രയും പേര് മരണമടഞ്ഞു അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്ന ആ ഒരു പീരിയഡ്, എത്ര സമയത്തിനുള്ളില് എന്നുള്ള കണ്ടീഷനിൽ ആ ഒരു ഫോർമുല വരുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഫോർമുലയും കൂടി ഒന്ന് മനസ്സിലാക്കി പോവുക. ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റിംഗ് എ മോർട്ടാലിറ്റി റേറ്റ്. The mortality rate formula used for the calculation according to the available statistics is സാധാരണയായിട്ട് ഒരു സ്ഥിതി വിവരണ കണക്ക് അല്ലെ, റേറ്റ് അത് മരണം പറഞ്ഞവരുടെ ഒരു സ്ഥിതി വിവരണ കണക്കാണ്. ഫോർമുല പറയുന്നത് മോർട്ടാലിറ്റി റേറ്റ് നമ്പർ ഓഫ് ഡെത്ത്സ് divided by total population into 1000 all divided by 365. നമുക്കറിയാം ഒരു വർഷത്തില് ഇത്രയും പേര് മരിച്ചു അല്ലെ, നമ്പർ ഓഫ് ഡെത്ത്സ് ഇത്രയും പേര് മരിച്ചു, ഇത്രയും പോപ്പുലേഷന്റെ അതിനെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഗ്ലോബലി അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഫോർമുലയാണ്. ഈ ഒരു ഫോർമുല രീതിയിലാണ് എന്ത് റേറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നമ്പർ ഓഫ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഓൾ ഡിവൈഡഡ് ബൈ 365. ഒരു സ്പെഷ്യൽ ഒരു ടൈം പറയുന്നുണ്ട്, ഒരു വർഷത്തിനുള്ളിൽ ഇത്ര പേര് ഇത്രയും പോപ്പുലേഷനിൽ അല്ലെ, ഒരു ഇൻറ്റു 1000ന്റെ ആ ഒരു കോമൺ ഫിഗർ കൂടിയുണ്ട്. ആ ഒരു 1000ന്റെ ഉള്ളില് ഇങ്ങനെ ഇത്രയും പേരാണ് ഇത്രയും പോപ്പുലേഷന്റെ ഉള്ളില് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി ഇത് തന്നെ ഹോസ്പിറ്റലിലുണ്ട്. ഗ്രോസ് എന്താണ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ഹോസ്പിറ്റലിന്റെ പീരിയഡ് എന്ന് പറയുമ്പോൾ or a total number of deaths discharged during that period into 100. ഇതിൽ പറയുമ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ നമ്മൾ പറയുമ്പോൾ ഫോർമുലയിൽ ഒരു വ്യത്യാസം വരുന്നത് എന്താണ് into 100 ആണ്. The total death happened in the hospital in a period. അതായത് ഒരു പീരിയഡിനുള്ളിൽ ഇത്രയും പേര് അത് ഡെത്ത് ആയി, അതാണ് ന്യൂമറേറ്റർ. Then divided by total number of deaths discharged during that period. ഇപ്പൊ 2 ദിവസം അഡ്മിഷൻ വന്നു, അവര് തിരിച്ചുപോയി, അവിടെ കിടന്ന് ഇത്രയും പേര് മരിച്ചു അല്ലെ, അതാണ് നമ്മള് മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവര് തിരിച്ചു പോയിട്ടും ചിലപ്പോ വീട്ടിൽ ചെന്നൊക്കെ അല്ലെങ്കിൽ പോണ പഠിക്കുകയൊക്കെ ചിലപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ മൊത്തം ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടും മരണം സംഭവിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഡിവൈഡഡ് ബൈ വരുന്നത്. Then into 100. Total number of deaths happened in the hospital in a period divided by total number of deaths discharged during that period into 100. പറയാ നോട്ട് all the death that included death in emergency and ICU must counted. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ICU കിടന്ന് മരിച്ചവര് അല്ലെ നമ്മള് എമർജൻസിക്ക് വന്നവര് മരിച്ചവര് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തില്ല, മൊത്തത്തില് അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചവരെയാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. Then in denominator all type of discharge must be taken into account. ഏത് തരത്തിലുള്ള ഡിസ്ചാർജ്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരിക്കാം, ചിലപ്പോൾ രോഗം മാറി വീട്ടിലേക്ക് കൊണ്ടുപോയതായിരിക്കാം, എന്ത് തന്നെ ആയാലും ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് മരണം സ്ഥിരീകരിച്ചവര് അത് ആയിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ആ ഒരു ഇതിന് പറയുന്നത്. ഇത് തന്നെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് നിങ്ങൾ ജസ്റ്റ് ഇത് 3 കൂടി നോക്കിയിട്ടൊന്ന് നോക്കിയേട്ടോ, കാരണം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ഇത് മൊത്തം നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനായിട്ട് എളുപ്പമായിരിക്കും. നെറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഒക്കേർഡ് ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ്. അതായത് 48 മണിക്കൂറിന് ശേഷം അതിനുശേഷം സംഭവിച്ചിരിക്കുന്ന ഡെത്ത്.
അവിടെ പ്രത്യേകമായിട്ട് ഒരു സ്പെസിഫൈഡ് ടൈം പറയുന്നുണ്ട്. ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ്, 48 മണിക്കൂറിന് ശേഷം അഡ്മിഷൻ അല്ലെ വന്നിരിക്കുന്ന അതില് സംഭവിച്ചിരിക്കുന്ന മരണം, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of admission of the patient divided by total number of death and discharge during that period into 100. അതിനുശേഷം വീണ്ടും എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡെത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഡിസ്ചാർജ് ചെയ്ത് പോയി, പക്ഷെ മരണം സംഭവിച്ചു. ഏത് അവറിനുള്ളിൽ 48 അവർ അല്ലെ 48 hours ഓഫ് അഡ്മിഷന് ശേഷം, ആഫ്റ്റർ 48 ഹവേഴ്സിന് ശേഷം സംഭവിച്ചിരിക്കുന്ന ആ ഡെത്തുകളാണ് ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോട്ട് എന്താണ് ഇതിലും നോട്ട് ചെയ്യാൻ പറയുന്നത്? ഡെത്ത് occurring within 48 hours of discharge must also be റെക്കോർഡാണ് അത്. ജസ്റ്റ് ഒന്ന് നോക്കിയത് റെക്കോർഡ് ഇൻ ന്യൂമറേറ്റർ ആയിട്ട് വരുമ്പോൾ ഡെത്ത് occurring within 48 hours of discharge must also be. 48 മണിക്കൂറിനുള്ളിലും ഉള്ളതും എടുക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡെത്ത് occurring within 48 hours of discharge must also be recorded in the numerator. ഒരു ICUയിലെ കാര്യം നോക്കാം. ICU സ്പെസിഫൈഡ് മോർട്ടാലിറ്റി റേറ്റിൽ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരിയഡ്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. ഇതില് ആ ഒരു ഡീവിയേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. നിങ്ങളൊന്ന് ഫോർമുലാലൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് തരാം കേട്ടോ. ഒരു ഡിവൈഡ് ബൈ ചെയ്യേണ്ടത് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരിയഡ്, അതിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരിയഡ് divided by total number of patients discharged from ICU in that period into 100. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? ICUയിലെ പേഷ്യൻസ് അല്ലെ ആ പീരിയഡില് ICUയിലെ പേഷ്യൻസ് മരിച്ചു. അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? ICUമായി ബന്ധപ്പെട്ടാണ്. ICU സ്പെസിഫൈഡ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. അപ്പൊ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ICU പേഷ്യൻസ് ഇൻ പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് സംഭവിച്ച് ICU നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയവരാണെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം ഒരു ദിവസത്തിന്റെ കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ 24 hours എടുത്ത് നോക്കുകയാണെങ്കിൽ പെൻഡ് അല്ല, അതില് സ്പെല്ലിംഗ് വേരിയേഷൻ ഉണ്ട്. പീരിയഡ് എന്നാണ്. ICU പേഷ്യന്റ് ഇൻ എ പീരിയഡ് ഡിവൈഡഡ് ബൈ period divided by total number of patients discharged from ICU in that period into 100. അതില് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ഫോർമുല തന്നെയാണ് നോട്ട്. ഓക്കെ, പീരിയഡ് നോട്ട് പറയുന്നത് എന്താണ്? ഓൺ സിമിലർ ലൈൻ കണ്ടീഷൻ സ്പെസിഫിക് ഓർ സ്പെസിഫിക് ഡെത്ത് റേറ്റ് ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ലൈക്ക് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് അല്ലെ പ്രസവ മരണ നിരക്ക് എന്നൊക്കെയുള്ള സ്ഥിതിവിവര കണക്കിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് അത്. എന്താണ്? അപ്പൊ അവിടെ നമുക്കറിയാം ICUയിൽ നിന്ന് അല്ലെ ആ ഒരു രീതിയിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ മരിച്ചവരെ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടും പ്രസവവുമായി ബന്ധപ്പെട്ട് മരിച്ചവര് ആയിരിക്കും ടോട്ടലായിട്ട് മരിച്ചവരായിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് വരിക ഇൻറ്റു 100. ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ജസ്റ്റ് നോക്കാം. ടൈമായി. എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, thank you, Miss. Thank you, ma'am. Thank you, ma'am.